ജാമ്യം ലഭിച്ചിട്ടും ജയിലിൽ നിന്നിറങ്ങാതിരുന്ന ബോബി ചെമ്മണ്ണൂരിൻ്റെ നടപടി സ്വമേധയാ അടിയന്തര പരിഗണനയ്ക്കെടുത്ത് അതിരൂക്ഷമായി വിമർശിച്ച് കേരള ഹൈക്കോടതി. 2 പ്രാവശ്യം മാറ്റിവെച്ച് 3 തവണയായി പരിഗണിച്ച കേസിൻ്റെ അവസാനം നിരുപാധിക മാപ്പപേക്ഷ വന്നതോടെ ജാമ്യം റദ്ദാക്കലടക്കം തുടർ നടപടികളിലേക്ക് കടക്കാതെ വിഷയം അവസാനിപ്പിക്കുകയായിരുന്നു. സഹതടവുകാരിൽ ചിലരുടെ വക്കാലത്ത് പിടിച്ച് കോടതി ഉത്തരവിനെ അവഹേളിക്കുന്ന നടപടിയാണ് ബോബി ചെമ്മണ്ണൂരിൽ നിന്നുണ്ടായതെന്ന് വിലയിരുത്തി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ സ്വീകരിച്ച നടപടികളാണ് കോടതിക്കകത്തും പുറത്തും ബുധനാഴ്ച നാടകീയ നിമിഷങ്ങൾക്ക് വഴിയൊരുക്കിയത്. നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ പ്രതിയായ ബോബി ചെമ്മണ്ണൂരിന് ഇതേ ബെഞ്ചാണ് ചൊവ്വാഴ്ച ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. എന്നാൽ ജാമ്യത്തുക കെട്ടിവെക്കാൻ പണമില്ലാത്തതിനാൽ ജയിലിൽ തുടരേണ്ടി വരുന്ന ചില സഹതടവുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചൊവ്വാഴ്ച ജയിൽ വിടാതിരുന്ന ബോബിയുടെ നടപടി വാർത്തയായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കോടതി വിഷയം ബുധനാഴ്ച രാവിലെ തന്നെ സ്വമേധയാ പരിഗണിച്ചത്. രാവിലെ 10:15 ഹർജി പരിഗണിക്കാനിരിക്കെ 9:50 ബോബി ജയിലിന് പുറത്തിറങ്ങിയതോടെ നാടകീയത വർദ്ധിച്ചു. കോടതി നടപടികൾ ആരംഭിച്ചയുടൻ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് അഭിഭാഷകരോട് കോടതി വിശദീകരണം തേടുകയാണ് ആദ്യം ചെയ്തത്. ജാമ്യോത്തരവും റിലീസിംഗ് ഓർഡറും എത്താൻ വൈകിയതിനാലാണ് ഇറങ്ങാനാവാതിരുന്നതെന്നും കുറച്ചു മുമ്പ് പുറത്തിറങ്ങിയതായും അഭിഭാഷകൻ അറിയിച്ചു. എന്നാൽ ജാമ്യോത്തരവ് നേരത്തെ ലഭ്യമാക്കിയിട്ടും ഒരു ദിവസം കൂടി ജയിലിൽ തുടർന്ന ബോബിയുടെ നടപടിയിൽ അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ച കോടതി ജാമ്യം റദ്ദാക്കാൻ നോട്ടീസ് നൽകുമെന്ന മുന്നറിയിപ്പ് നൽകി. കോടതി നടപടികളെ മാത്രമല്ല, പ്രതിക്കു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകനെ കൂടി അവഹേളിക്കുന്നതായി ബോബി ചെമ്മണ്ണൂരിൻ്റെ നടപടിയെന്ന് ഓരോ തവണയും കോടതി ആവർത്തിച്ചു. കോടതിയെ വെച്ച് നാടകം കളിക്കേണ്ടെന്നും മറ്റ് തടവുകാരുടെ വക്കാലത്ത് പ്രതി ഏറ്റെടുക്കേണ്ടെന്നും അടക്കം കടുത്ത ഭാഷയിലായിരുന്നു വിമർശനം. രാവിലെ 10:15 12 1:45 വിഷയം പരിഗണിച്ചപ്പോഴെല്ലാം ഹർജിക്കാരനായ ബോബി അതിരൂക്ഷ വിമർശനത്തിനിരയായി. ബുധനാഴ്ച രാവിലെ 9 ശേഷമാണ് റിലീസിംഗ് ഓർഡർ കിട്ടിയതെന്ന് ബോബിക്കു വേണ്ടി ഹാജരായ അഭിഭാഷകൻ വീണ്ടും അറിയിച്ചതോടെ എവിടെയാണ് വീഴ്ച സംഭവിച്ചതെന്ന് കണ്ടെത്തി അറിയിക്കാൻ നിർദ്ദേശിച്ച് ഉച്ചക്ക് 12 ഹർജി പരിഗണിക്കാനായി മാറ്റി. ജാമ്യം നൽകിയ ഉത്തരവ് 4/8 ഹൈക്കോടതി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നും 4:45 മജിസ്ട്രേറ്റ് കോടതി റിലീസ് ഓർഡർ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയെ വിളിച്ച് സ്ഥിരീകരിച്ചതെന്നായിരുന്നു ഉത്തരവ് കിട്ടാൻ വൈകിയെന്ന അഭിഭാഷകന്റെ വിശദീകരണത്തിന് കോടതി നൽകിയ മറുപടി. എന്നിട്ടും എന്ത് സാങ്കേതിക പ്രശ്നത്തിൻ്റെ പേരിലാണ് പുറത്തിറങ്ങാതിരുന്നതെന്ന് കോടതി ചോദിച്ചു. ജാമ്യത്തിന് അപേക്ഷിച്ചത് പ്രതി തന്നെയാണ്. ഇതിനിടെ പുറത്തിറങ്ങിയ ബോബി സഹതടവുകാരുടെ ദുരിതവും താൻ രാത്രി അവിടെ തങ്ങിയത് അവർക്ക് വേണ്ടിയാണെന്നുമടക്കം കാര്യങ്ങൾ മാധ്യമങ്ങളോട് ആവർത്തിച്ചു. മുതിർന്ന അഭിഭാഷകന്റെ കാത്തിരിപ്പ് കൂടി പരിഗണിച്ച് എത്രയും വേഗം ഉത്തരവ് പുറത്തെത്തിച്ചിട്ടും മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റാൻ കാത്തുനിൽക്കുകയാണ് ഹർജിക്കാരൻ ചെയ്തത്. താൻ നിയമത്തെക്കാൾ മുകളിലാണെന്ന് പ്രതിക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ നിയമം എന്താണെന്ന് കാണിച്ചു കൊടുക്കാം. പുറത്തിറങ്ങിയാൽ നിമിഷങ്ങൾക്കകം അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടാൻ കഴിയും. 2 ആഴ്ചക്കകം അന്വേഷണം പൂർത്തിയാക്കാനും 1 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കാനും ഉത്തരവിടാം. അതുവരെ തടവിൽ തന്നെ കഴിയേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. തുടർന്നാണ് ഉച്ചക്ക് 12 മാറ്റിയത്. 12 ഹർജി പരിഗണിക്കവേ കൂടുതൽ രൂക്ഷമായ പ്രതികരണമാണ് കോടതിയിൽ നിന്നുണ്ടായത്. ബോബിക്കു വേണ്ടി അഭിഭാഷകൻ ക്ഷമ പറഞ്ഞെങ്കിലും അംഗീകരിക്കാതിരുന്ന കോടതി ബോബി ചെമ്മണ്ണൂർ നിരുപാധികം മാപ്പ് പറയണമെന്നും ആവശ്യമെങ്കിൽ വിളിച്ചു വരുത്തുമെന്നുമുള്ള നിലപാടെടുത്തു. വീണ്ടും ഉച്ചക്ക് 1:45 വിഷയം പരിഗണിക്കാൻ മാറ്റി. ജയിലിന് പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളിലൂടെ എന്താണ് പറഞ്ഞതെന്ന് അറിയിക്കാൻ പ്രോസിക്യൂഷനോടും ആവശ്യപ്പെട്ടു. വീണ്ടും ഉച്ചയ്ക്കു ശേഷം ഹർജി പരിഗണിച്ചു. സഹതടവുകാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാണെന്ന് പുറത്തിറങ്ങിയ ശേഷം പറഞ്ഞത് മാധ്യമങ്ങൾ ചോദ്യങ്ങളുമായി വളഞ്ഞപ്പോൾ നാവ് പിഴയായി സംഭവിച്ചതാണെന്നായിരുന്നു അഭിഭാഷകന്റെ വിശദീകരണം. ജുഡീഷ്യറിക്ക് മുകളിൽ പറക്കാനൊന്നും നോക്കേണ്ട, എന്തും വിലക്ക് വാങ്ങാമെന്ന് പ്രതിക്ക് തോന്നുന്നുണ്ടാവും. എന്നാൽ അതൊന്നും നടക്കില്ല. ഹൈക്കോടതി ഉത്തരവ് വച്ച് എന്തും ചെയ്യാമെന്ന് കരുതുകയും വേണ്ട. പുറത്തിറങ്ങിയിട്ടും ജുഡീഷ്യറിയോട് യുദ്ധപ്രഖ്യാപനം നടത്തുകയാണോ ഹർജിക്കാരനെന്നും കോടതി ചോദിച്ചു.
സഹതടവുകാരോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ പേര് പറഞ്ഞ് ജുഡീഷ്യറിയെ തരം താഴ്ത്തുന്ന നടപടികളുണ്ടായാൽ ജാമ്യം റദ്ദാക്കുകയാണ് വേണ്ടത്. ഒളിമ്പിക്സിൽ മെഡൽ കിട്ടിയ പോലെയാണ് ജയിലിൽ നിന്ന് ഹർജിക്കാരൻ പുറത്തിറങ്ങി വന്നതെന്നും കോടതി പരിഹസിച്ചു. ഇതിൽ നിരുപാധികം ഹർജിക്കാരൻ ഖേദം അറിയിക്കുന്നതായും നേരിട്ട് അറിയിക്കാൻ തയ്യാറാണെന്നും അഭിഭാഷകൻ വ്യക്തമാക്കി. തുടർന്നാണ് മാപ്പപേക്ഷ അംഗീകരിച്ച് തുടർ നടപടികളെടുക്കാതെ കോടതി വിഷയം അവസാനിപ്പിച്ചത്. അതേസമയം കോടതിയോട് എന്നും ബഹുമാനം മാത്രമാണെന്നും നിയമവ്യവസ്ഥയെ അംഗീകരിക്കുന്ന ആളാണ് താനെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. ബുധനാഴ്ച ജയിൽ മോചിതനായ ശേഷം തൃശ്ശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോടതിയെ വെല്ലുവിളിച്ചിട്ടില്ല. ജാമ്യം കിട്ടിയ ശേഷം ചൊവ്വാഴ്ച ഇറങ്ങാനുള്ള സാഹചര്യങ്ങളൊന്നും അവിടെയുണ്ടായിരുന്നില്ല. ബുധനാഴ്ച രാവിലെയാണ് റിലീസ് ഓർഡർ എത്തിയത്. ജയിലിൽ നിന്ന് ഇറങ്ങാൻ കഴിയാത്തവരെ സഹായിക്കാൻ വേണ്ടി അവിടെ തങ്ങിയതല്ല, എന്നാൽ അവരെ സഹായിക്കാൻ തയ്യാറാണ്. ജാമ്യം കിട്ടിയിട്ടും ജാമ്യത്തുക കെട്ടിവെക്കാനില്ലാത്തതുകൊണ്ട് ഇറങ്ങാൻ കഴിയാത്ത നിരവധി പേരുണ്ട്. അവരുടെ വിഷമങ്ങളെല്ലാം കേട്ടു. പക്ഷേ ആ പ്രശ്നം പരിഹരിക്കാനല്ല അവിടെ കഴിഞ്ഞത്. ഇത്തരക്കാർക്ക് നിയമസഹായം ലഭ്യമാക്കാൻ ബോച്ച ട്രസ്റ്റ് വഴി 1 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ആരെയും മനഃപൂർവ്വം വിഷമിപ്പിക്കാൻ ഒന്നും പറയാറില്ല. ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് ചോദിക്കുകയാണ്. ഭാവിയിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കും. ഹണി റോസ് ഉൾപ്പെടെയുള്ള ചലച്ചിത്ര താരങ്ങളെ ഇനിയും ഉദ്ഘാടനങ്ങൾക്കായി ക്ഷണിക്കും. ഇതിലൂടെ എല്ലാ കാലത്തും താൻ ഉദ്ദേശിച്ചത് മാർക്കറ്റിംഗ് മാത്രമാണ്. ഈ പ്രശ്നങ്ങൾ ബിസിനസ്സിനെ ബാധിച്ചിട്ടില്ല. ജീവനക്കാരും ഉപഭോക്താക്കളും തന്നിൽ വിശ്വസിക്കുന്നുണ്ടെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു.